എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യമാണ് ഇന്ത്യ, നമ്മുടെ സംസ്ഥാനമാണ് കേരളം. നമ്മൾ ചെറുപ്പകാലത്ത് സ്കൂളുകളിൽ സത്യപ്രതിജ്ഞ ചെല്ലുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു പ്രതിജ്ഞാവാചകമുണ്ട്. ഇപ്പോഴും അത് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ പിന്നെ ഈ മാനേജ്മെൻറ്റ് ട്രസ്റ്റുകളും ജാതിയും മതവും ഒക്കെ വന്ന് എല്ലാം വ്യത്യസ്തമായ പ്രാർത്ഥനകളിലേക്ക് പോയി. ഇപ്പോൾ സത്യപ്രതിജ്ഞയും ദേശീയ പതാകയും ഒന്നും സ്നേഹത്തിൻ്റെയും ചേർത്തുവെക്കലിൻ്റെയും രൂപമല്ലാത്ത വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒക്കെ സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടും രാജ്യവും നശിച്ചാൽ അനുഭവിക്കുന്നത് എല്ലാവരും കൂടിയാണ്. ഇവിടെ വിലക്കയറ്റമുണ്ടായാൽ അനുഭവിക്കുന്നത് എല്ലാവരും കൂടിയാണ്. ഒരൊറ്റ പെട്രോൾ പമ്പിലും മുസ്ലിങ്ങൾക്ക് വില കൂടിയ പെട്രോളും ഹിന്ദുക്കൾക്ക് വില കുറഞ്ഞ പെട്രോളും കിട്ടുന്നില്ല. ഒരാശുപത്രിയിലെയും ചികിത്സയ്ക്ക് ബില്ലിങ്ങിൽ ഈ രണ്ട് നിലപാടില്ല. ഒരു പള്ളിക്കൂടങ്ങളിൽ പോലും അതാത് ജാതിയുടെ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും അവിടെ ഒന്നും എന്തെങ്കിലും സഹായങ്ങളോ സൗകര്യങ്ങളോ കിട്ടുന്നതിന് ജാതി ഒരു പ്രധാന ഘടകമേ അല്ല. നമ്മൾ നമ്മുടെ ജാതിയെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിന് ഇച്ചിരി തുക കുറച്ച് കിട്ടണം, അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ഇച്ചിരി തുക കുറച്ച് കിട്ടണം, ഇല്ലെങ്കിൽ ഫീസിൽ ഇച്ചിരി കുറവ് കിട്ടണം. അതിലൊന്നുമില്ല, കിട്ടക്കത്തിന് യാതൊരു കുറവുമില്ല. എന്നാൽ തിരിച്ച് ഇങ്ങോട്ട് ജാതിയും മതവും ഒക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് വിദ്വേഷമുണ്ടാക്കി, വഴക്കുണ്ടാക്കി, തമ്മിലടിപ്പിച്ച്, ഭിന്നിപ്പിച്ച് ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയാണ് പരിശ്രമങ്ങൾ മുഴുവൻ നടക്കുന്നത്. അതിനപ്പുറത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ലോകം മുഴുവൻ വലിയ ഉത്കണ്ഠയിലാണ് പശ്ചിമേഷ്യൻ യുദ്ധം ബാധിക്കുന്നത് സംബന്ധിച്ച്. ഗൾഫിൽ മക്കളുള്ള ഒരുപാട് മാതാപിതാക്കൾ ഉത്കണ്ഠയിലാണ്, പോകാൻ നിന്നവർ ഉത്കണ്ഠയിലാണ്. പക്ഷേ ഇതൊന്നും ഒരു ഉത്കണ്ഠയും ഇല്ലാത്ത ഒരു വർഗം ഈ രാജ്യത്തുണ്ട്. അവരുടെ രണ്ട് വാർത്ത കണ്ടപ്പോഴാണ് എനിക്കിത് പറയണമെന്ന് വിചാരിച്ചത്. ഒന്ന്, മധ്യപ്രദേശിൽ ബജരംഗദൾ പ്രവർത്തകർ കത്തോലിക്ക സ്കൂൾ തല്ലിത്തകർത്തു. ആരോപണം മതപരിവർത്തനം. നിങ്ങളൊക്കെ വിചാരിക്കൂലേ, കുറച്ച് നിരപരാധികളൊക്കെ വിചാരിക്കൂലേ, പശുവിനെ കൊന്നാൽ വധശിക്ഷ, അപ്പോൾ പശുവിനെ കൊല്ലുന്നവർക്കല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവരെന്തിനാ പേടിക്കുന്നത്? അതുപോലെ മതപരിവർത്തന നിയമം, അത് മതപരിവർത്തനം നടത്തുന്നവരല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവരെന്തിനാ പേടിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എല്ലാവരും പേടിക്കേണ്ടി വരുന്നത് എന്താണെന്നറിയോ? ഉദ്ദേശിക്കുന്ന ആളുകളെ കൊല്ലാൻ, ഇല്ലാതാക്കാൻ, പൊളിക്കാൻ, തകർക്കാൻ ഈ ഒരു ആരോപണം മാത്രം മതി. കുറ്റം തെളിയിക്കുകയൊന്നും വേണ്ട. അപ്പോൾ മധ്യപ്രദേശിൽ അവിടെ ബജരംഗികൾ, ഇപ്പോൾ അവരാണ് അവിടെ കത്തി നിൽക്കുന്നത്. അവർ നേരെ കയറി ഒരു പള്ളിക്കൂട ഇടിച്ചങ്ങ് കളഞ്ഞു. ജയ് ശ്രീരാം വിളിച്ചുകൊണ്ടാണ് ഇടിച്ചു കളഞ്ഞത്. ഇന്ന് രാമായണ മാസം 1 നമ്മൾ വായിക്കുന്ന രാമായണത്തിലൊന്നും ശ്രീരാമൻ അല്ലെങ്കിൽ ശ്രീരാമത്വം എന്ന് പറയുന്നതൊന്നും ഈ ആളുകളെ കൊല്ലുന്നതോ അടിച്ചു കൊല്ലുന്നതോ വേറെ ഉള്ളവനെ ഉപദ്രവിക്കുന്നതോ ഒന്നുമല്ല, ധർമ്മത്തിൻ്റെ മര്യാദാ പുരുഷോത്തമനായിട്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു മര്യാദാ പുരുഷോത്തമനെ വേറെ കാണാത്ത വിധം, നമുക്ക് ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ അങ്ങനെ ഒരാളിനെ കാണാത്ത വിധമാണ് വാൽമീകി അത് വളരെ ഭംഗിയായി രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ രാമൻ്റെ പേരിൽ വിളിച്ചുകൊണ്ടാണ് ചെന്ന് അടിച്ച് ഇതങ്ങ് തകർക്കുന്നത്. ഇനി രണ്ടാമത്തെ സംഭവം എന്തുവാ? അമീർ ഖാനെ വധിക്കുന്നവർക്ക് 5 കോടി രൂപ പ്രതിഫലം പ്രഖ്യാപിച്ചു. നമ്മൾ ഇടയ്ക്കിടെ കേൾക്കുന്നത് മൊത്തം ആരെ പിടിച്ചാലും പ്രധാനമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു, അങ്ങനെ ആരോപണത്തിലാണ് പിടിക്കുന്നത്. അതിന് അവരെന്താ ചെയ്തതെന്നോ അവരിതുപോലെ പൊതുമീഡിയയിൽ വന്നങ്ങനെ ഒരു പ്രസ്താവനയൊന്നും നടത്തിയിട്ടില്ല. ഈ അടുത്ത സമയത്ത് ഒരുത്തൻ നടത്തി, അവനെ പിടിച്ചപ്പം അവൻ കുഞ്ചാണ്ടിയായിരുന്നു. കുഞ്ചാണ്ടി ആയതോടുകൂടി അതിൻ്റെ പ്രാധാന്യം അങ്ങ് പോയി. നേരത്തെ മതപരിവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും അടൂരിൽ എവിടെയെങ്കിലും പോയി ജീവിച്ച് ഈ പറഞ്ഞതുപോലെ ആരെയെങ്കിലും ഒപ്പോഴോ അല്ലെങ്കിൽ ഇല്ലാതെയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിക്കാൻ നോക്കേണ്ടതിന് പകരം ഒരുത്തൻ്റെ മടിയിൽ ചെന്ന് കയറി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ പോലീസ് കേസ് റിപ്പോർട്ടിൽ തന്നെ മതം മാറാൻ നിർബന്ധിച്ചു, ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞുണ്ട്. പക്ഷേ അത് അങ്ങനെ ആ വഴിക്കങ്ങ് പോയി. ഒരു സമുദായ സംഘടനയും മുസ്ലിം സംഘടനകൾ ആരും അവിടോട്ട് പോയി മാർച്ചൊന്നും നടത്തിയൊന്നുമില്ല. ഇപ്പോൾ അടൂരിലെ തല്ലി തകർക്കണം, അവരെ ചെയ്യണമെന്നൊന്നും പറഞ്ഞ് ഒന്നും ചെയ്തില്ല. അതതിൻ്റെ വഴിക്കങ്ങ് പോയി. ഇനി സങ്കടം ഒരു ഉമ്മായിക്കും വാപ്പായിക്കും സഹോദരങ്ങളുണ്ടെങ്കിൽ അവർക്കും, പിന്നെ ആ ബാക്കിയാവുന്ന ഒരു മകനുമായിരിക്കും. അതിനപ്പുറം ഒന്നുമില്ല. ഇവിടെ താണ്ടിപ്പോൾ അമീർ ഖാനെ 5 കോടി രൂപയ്ക്ക് കൊല്ലാൻ പ്രതിഫലം പ്രഖ്യാപിച്ചിരിക്കുക. പണ്ട് തസ്ലീമ നസ്രീൻ എന്തോ പറഞ്ഞപ്പോൾ ഇറാനോ അവിടെ എങ്ങാണ്ടുള്ളവർ പിന്നെ വധശിക്ഷ വിധിച്ചു, തല കൊയ്യാൻ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞതിന് ഇപ്പോൾ അവിടോ അമരോ എല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് പറയാറുണ്ട്, തല വെട്ടിയെടുക്കാൻ പറഞ്ഞ മതം എന്നൊക്കെ പറഞ്ഞ്. ഇതിപ്പോൾ എന്തോ പറയും? വല്ല കാര്യമുണ്ടോ? ആ പുള്ളി 3 or 4 കെട്ടി, അതെല്ലാം ഹിന്ദുക്കളെ തന്നെയാണ് കെട്ടിയത്. എന്നിട്ട് അവരാരും മതം മാറിയില്ലെന്ന് ആ പുള്ളി തന്നെ പറയുന്നു. അതിന് ആ പുള്ളിക്ക് മതം സ്വന്തമായിട്ടുണ്ടെങ്കിൽ വേണമല്ലോ വേറൊരാളിനെ മതം മാറ്റാൻ. പുള്ളിക്ക് മതമില്ല, എന്നിട്ടും പുള്ളിയുടെ തല വെട്ടുമെന്നാണ് പറയുന്നത്. ഈ തല വെട്ടുമെന്ന് പറയുന്നവൻ്റെ ആ താടി രോമത്തിലെ ഒരു രോമത്തിലെങ്കിലും ഒരു രോമം ഒന്ന് മുറിച്ചെടുക്കാൻ കഴിയുന്ന ഒരു നിയമം ഈ രാജ്യത്തുണ്ടോ? ഇല്ല. ഇതുവല്ലോ ആണോ ഈ രാജ്യത്തിൻ്റെ പ്രശ്നം?
അതുമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ വിദ്വേഷമോ വെറുപ്പോ അന്യമത വിരോധമോ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇതൊക്കെ കാണുമ്പോഴെങ്കിലും നിർത്തി നേരായ മാർഗത്തിലേക്ക് മടങ്ങി വരണം. അത്രയേ ഉള്ളൂ.